ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ദേശീയ പതാക ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു A4 ഷീറ്റ് എടുത്തിട്ട്, പേപ്പറും കൊണ്ടാണ് മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് A4 ഷീറ്റ് നീളത്തിൽ നടുക്ക് മുറിച്ചെടുക്കുക. അതിനുശേഷം അതൊന്നും കൂടെ നടുക്ക് മടക്കി ഒരു 3.5 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 3 ഇതായിട്ട് നമുക്ക് കിട്ടും ഒരേ അളവിൽ. അത് ആ A4 ഷീറ്റ് നിർത്തി വെച്ചതിന് ശേഷം അതിനുകൊണ്ട് സ്കെയിലും കൊണ്ട് അളവിടുക. അങ്ങനെ അളവിടുമ്പോൾ നമുക്ക് എവിടെയും വളയാതെ നേരങ്ങത്തിൽ കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്കത് കളർ കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന കളറ് ആദ്യം അടിഭാഗത്താണ് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കൊടുക്കുന്ന കളർ ആക്രിലിക് കളറാണ്. നിങ്ങളുടെ അടുത്ത് മാർക്കറാണുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ മാർക്കറും കൊണ്ട് കളർ ചെയ്യുക. അപ്പം എൻ്റെ അടുത്ത് ആക്രിലിക് കളറാണ് ഉള്ളത്, പിന്നെ മാച്ചിങ് കളറുമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിന്നെ ഏത് കളറാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയണമെന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ അത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ആക്രിലിക് കളറിൻ്റെ ഡപ്പ തന്നെ തല തിരിച്ച് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് അശോക ചക്രം ഞാൻ വരച്ചത്. അശോക ചക്രം എന്നെങ്കിലും നല്ല കൃത്യം അളവിൽ വരുള്ളൂ. അതിനുശേഷം അതിൻ്റെ നടുവിലൂടെ ഒരു വരട്ട്, പിന്നെ മറിച്ച് വെച്ച് അപ്പുറത്തും കൂടെ ഒരു വരട്ടത്, അതുപോലെ 4 ഭാഗങ്ങളാക്കി എടുത്തു. 4 ഭാഗങ്ങളാക്കി എടുത്തതിന് ശേഷം ഒരു 4 വര വരച്ച് ഒരേ അളവിൽ വരച്ച് അത് ക്ലിയർ ആക്കി കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 24 നമുക്ക് കിട്ടും. അങ്ങനെ അത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പെൻസിലും കൊണ്ട് വരയിട്ട് അത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ പെന്നും കൊണ്ട് അത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അശോക ചക്രത്തിൻ്റെ നീല കളർ എന്ന ഒരു ഇതിൽ അത് നീല കളറായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അതൊന്ന് നീല കളറാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ 4 ഭാഗം ഒന്ന് വൃത്തിയിൽ ഒരു ചെറിയ കുനിപ്പുണ്ടാവില്ല, അതൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കുക. അത് ഒന്ന് ഭംഗിയാക്കി എടുക്കുമ്പോൾ തന്നെ അത് ഒരു പതാകയുടെ രൂപം നമുക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ നല്ല ഭംഗിയില്ലേ, ഒരു പതാകയുടെ രൂപമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രോ എടുത്തതിന് ശേഷം അതങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മറിച്ചിട്ടിട്ട് ആ മറുഭാഗത്ത് നമ്മൾ കളർ ചെയ്യാത്ത ഭാഗം എടുത്തിട്ട് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലെ എന്തെങ്കിലും ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമില്ല, എനിക്ക് ലാഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ലൈക്കിനും കമൻറ്റിനും ഒരുപാട് വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.